ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൂരിയും കുറുമക്കറിയാണ്. കുറുമക്കറി കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാക്കും. ഇപ്പൊ നമുക്ക് പൂരിക്കുള്ളത് കുറച്ച് വയ്ക്കാം. ഒരു 4 കയ്യിലുണ്ട്. ഉപ്പ് ഞാൻ ഇത്രയും എടുത്തേന്. സ്പൂണിൽ നിറച്ചില്ല, ഒരു 3/4 ഭാഗം. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പും പൊടിയും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഞാൻ പച്ചവെള്ളത്തിലാണ് കുഴക്കുന്നത്, ചൂടുവെള്ളമൊന്നും എടുക്കുന്നില്ല. ഞാൻ കപ്പിൽ ഇത്ര വെള്ളം എടുത്തിട്ടുണ്ട്. പക്ഷെ ഇത്ര ഒന്നും ആവശ്യം വരില്ല. നമ്മൾ കുറേശ്ശെ ഒഴിച്ച് കഴിഞ്ഞ് ഇങ്ങനെ ആക്കി ഇങ്ങനെ കുറേശ്ശെ മിക്സ് ചെയ്ത് വരിക. ഒറ്റ ട്രിപ്പിന് വെള്ളം ഫുള്ള് ഒഴിക്കരുത്. അങ്ങനെ കുറേശ്ശെ ഒഴിച്ച് ചിലപ്പോ കൂടുതല അപ്പൊ കൂടി പോകും. ഒരു 10 മിനിറ്റ് നേരം ഇങ്ങനെ നല്ലോണം കുറച്ച് നമുക്ക് റെസ്റ്റിന് വെക്കാം. 10 മിനിറ്റ് 10-15 മിനിറ്റ് എത്ര സമയം വെക്കണമെന്ന് വെച്ചാൽ അത്ര നല്ലത്. അപ്പൊ ഞാൻ ഈ കുറുമ ഉണ്ടാക്കാൻ പോവാണ്. അതുപോലെ പതുക്കെ കുഴച്ചാൽ മതി. ഞാൻ കുറുമക്കറി ഉണ്ടാക്കാൻ പോകണം എടുത്തതപ്പോ. അപ്പൊ ഗ്രീൻ പീസ് ഞാനൊരു 11 മണിക്കൊക്കെയാണ് വെള്ളത്തിലിട്ട് വെച്ചത്. ഇപ്പൊ ഒരു 3:30 ആയിട്ടുണ്ട്. 3:30ക്ക് ഉണ്ടാക്കാൻ പോകണം. ഇപ്പൊ തലേദിവസമായിട്ട് കുതിർത്ത് വെക്കണമെന്നൊന്നുമില്ല. അപ്പൊ ഇത് തന്നെയായിട്ട് ഞാൻ വേവിക്കുകയാണ്. എന്നിട്ട് ബാക്കി ചേരുവകൾ ചേർക്കുള്ളൂ. അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ ഗ്രീൻ പീസ് ഉപ്പിടാണ്ട് വേവിക്കാനാണ് പോകുന്നത്. വെള്ളം ആവശ്യത്തിന് ഉപയോഗിക്കുക. ഇത് ഗ്രീൻ പീസ് ഒരു മുങ്ങാവുന്ന രീതിയിൽ ഗ്രീൻ പീസിന് മുകളിൽ വെള്ളം നിന്നാൽ മതി. കുക്കർ അടപ്പത്ത് വയ്ക്കാൻ പോവാണ്. ഒരു 10 മിനിറ്റ് കൂടി കുറച്ചിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ എടുത്ത് വെക്കാം. വയ്യാണ്ടായി എടുത്ത് വെച്ചോ. കുറച്ച് കഴിഞ്ഞിട്ട് ഇരുന്ന് കഴിയുമ്പോൾ സ്മൂത്ത് ആയിക്കോളും. അതെ, തുള്ളി വെളിച്ചെണ്ണ അതിന്റെ മുകളിലൊന്നും ഇങ്ങനെ പരത്തി കൊടുത്താൽ അല്ലെങ്കിൽ ഡ്രൈ ആവും. അത് അപ്പൊ നമുക്ക് കുറുമക്കറിക്ക് ആവശ്യമുള്ള ഒരു ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ്, പിന്നെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് ചതക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയില് ചെറിയ ജാറിലിട്ട് ഒന്ന് കറക്കിയാൽ മതി. ഇത് ഇത്ര അരച്ചിട്ടുണ്ട് ഞാൻ. തുള്ളി വെള്ളമില്ല കേട്ടോ നമുക്ക്. ഇങ്ങനെ തെറുക്കി. ഗ്രീൻ പീസ് കുറച്ചുകൂടി വേവാനുണ്ട്. അപ്പൊ നമ്മൾ ഒന്നുകൂടി അടപ്പത്ത് വെക്കാണ്. പിന്നെ 7 വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്താ തലേ ദിവസം വെള്ളത്തിലിട്ടുണ്ടായില്ല, അതുകൊണ്ടാണ് കേട്ടാ. അപ്പൊ 2 വിസിലും കൂടിയും നമുക്ക് അടിപ്പിക്കാം. നമ്മള് പൂരി ഉണ്ടാക്കാൻ പോവാണ്. ചപ്പാത്തിയിൽ എത്ര വേണ്ടല്ലേ? കുഞ്ഞിതല്ലേ വേണ്ടു. അപ്പൊ നമ്മള് 4 കയ്യില് പൊടി എടുത്തിട്ടുണ്ട്. ഇപ്പൊ ബോളാക്കിയപ്പോ 15 എണ്ണം കിട്ടി. അപ്പൊ നമ്മളിനി ഇത് പരത്താൻ പോവാണ് കേട്ടോ. ബൗളിനൊക്കെ പരത്താൻ പോവാണ്. അതിന് കുറച്ച് പൊടി നമുക്ക് ആവശ്യമുണ്ട്. ഞാൻ വേഗം ഇങ്ങനെ പരത്തണം. പിന്നെ അത് നീങ്ങുന്നു. അപ്പൊ നമ്മൾ ഗ്രീൻ പീസ് വെന്തോ നോക്കാൻ പോവാണ് കേട്ടോ. ഒന്നുകൂടി വെച്ചിട്ടുണ്ടായി. 2ാമത്തെ പ്രാവശ്യം കൂടി വെച്ചിട്ടുണ്ടായി. അപ്പൊ വെന്തുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി മുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇടാൻ പോവാണ്. അത് ഇട്ടുക. പിന്നെ ഇനി മുളക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇടാൻ പോവാണ് കേട്ടാ. പിന്നെ നമ്മൾ അതിലേക്ക് ഇത്തിരി കറിവേപ്പില ഇടാൻ പോവാണ്. ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ടായി. കുഞ്ഞ കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ നമ്മൾ ചതച്ചിട്ടുണ്ടായിരുന്നത്. അത് ഇതിലിട്ടു. മതി. നേരത്തെ അരച്ച് വെച്ചില്ലേ മുളക്. അപ്പൊ അത് ഫുള്ള് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. മഞ്ഞപ്പൊടി ഒന്നും ഇടില്ല. ഞാൻ മഞ്ഞപ്പൊടി ഇടാറില്ല. അപ്പൊ ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ആദ്യം അടപ്പത്ത് വയ്ക്കാൻ പോവാണ് കേട്ടോ. മഞ്ഞപ്പൊടി ഇഷ്ടമുള്ളവർക്ക് ഇടാം. പൂരി ഉണ്ടാക്കാൻ പോവാണ് കേട്ടാ. ഓയിൽ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണവർക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം. ഓയിൽ ചൂടായിട്ട് അപ്പൊ നമ്മൾ ഇടാൻ പോവാണ് കേട്ടോ. അത് ഫുള്ള് വീർക്കുണ്ടാ. ഫസ്റ്റ് ആയിരുന്നു ഇത് വേവാൻ എത്ര നേരം എടുക്കണം? ഇത് വേവാൻ ഒരു സെക്കൻഡ് വേണ്ട. കണ്ട വേഗം കിടുകിടുന്നാവണ കണ്ട. ചപ്പാത്തിരെ പോലെ അല്ലല്ലോ. എണ്ണയിലിടുമ്പോ വേഗം ആവില്ലേ. തീറ്റും തുടങ്ങിയ. അപ്പൊ കുറുമക്കറി വേണ്ടേ? ഇല്ല 15 എണ്ണം കണക്കാക്കി എടുത്തേക്കണ്. അപ്പൊ ഒരു 5 ആൾക്ക് എത്ര എണ്ണം വേണം? 5 ആൾക്ക് 3 എണ്ണം. ആണോ? അല്ലല്ല. അയ്യോ 3
കുറുമക്കറിയിൽ ഇപ്പൊ 3 വിസിലല്ലേ നമ്മ കടിച്ചാണ്. അപ്പൊ 3 വിസിലോണ്ട് വെന്തുണ്ടാവും. നമുക്ക് നോക്കാവുന്നുണ്ടാ. അപ്പൊ കഷ്ണങ്ങൾ വെന്തുണ്ട്. ഇനി നമുക്കൊന്ന് ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ വയ്ക്കാൻ പോകട്ടാ. അപ്പൊ കൊറച്ച് കടുക് എടുത്തിട്ടുണ്ട് ഇത്. സൗണ്ട് വരുന്നില്ലല്ലോ. സൗണ്ട് വരെ ഇത്തിരി ലേറ്റ് ആണല്ലോ അമ്മ. ഓളിടാട്ടാ. ഇത് കുറച്ച് നേരം കളിക്കാൻ ചോപ്പ കളറൊന്നും ഇങ്ങനെ ആവേണ്ട ആവശ്യമില്ല. ഒന്ന് വളർന്നു വന്നാൽ മതി. അവള് ഇത്തിരി ഉപ്പിട്ടുണ്ട് കേട്ടാ. ഒരു 5 മിനിറ്റ് ആക്കിയാൽ മതി കേട്ടാ. അപ്പൊ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച കഷ്ണങ്ങളൊക്കെ ഇതിലിടാൻ പോവാണ് കേട്ടാ. ഒന്ന് ഇളക്കി കൊടുക്കുക. പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായി നമ്മള് നാളികേരത്തിന്റെ. അപ്പൊ 2ാം പാലാണ് നമ്മൾ ഒഴിക്കാൻ പോണു കേട്ടാ. അപ്പൊ അത് ഒഴിച്ചു കഴിഞ്ഞ് ഒന്ന് ഇങ്ങനെ ഇളക്കുക. ഇത് തിളക്കിട്ടാന്ന്. 1ാം പാല് എപ്പോഴും എടുക്കുക. 1ാം പാല് അങ്ങോട്ടൊന്ന് ഇതായില്ലേ, വറ്റിയില്ലേ ഇതൊക്കെ. 1ാം പാല് ഇങ്ങനത്തെ 1ാം പാല് ഒഴിച്ചാൽ തിളയ്ക്കാൻ പാടില്ല. അതാണ് ഇങ്ങനെയാണ് ഇളക്കണ്ട. അപ്പൊ എല്ലാവരും ഇളകണ കണ്ട അങ്ങനെ എന്നിട്ട് ഇങ്ങനെ ആക്കേണ്ട ആവശ്യമില്ല. മതി. ഇത് അധികം തിളച്ച് വരേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മളിത് ഓഫാക്കാൻ പോവാണ്. ഒരു കറിവേപ്പില ചൂടിന് മുകളിൽ ഇട്ടോ. കറിവേപ്പില ഇട്ടോ. അപ്പൊ കറിവേപ്പില കുറച്ചും കൂടി നമ്മൾ മുകളിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കുറുമകറി റെഡി ആയിട്ട് അതിനെ നമുക്ക് പൂരി കൂട്ടി കഴിച്ചോക്കെ എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ. നല്ല മണം വരുന്നുണ്ടല്ലോ മാമ. അപ്പൊ ഞങ്ങൾ കഴിച്ചു നോക്കാൻ പോവാണ് കേട്ടാ. പൂരിയും കുറുമകറി എങ്ങനെ ഉണ്ടെന്ന് നോക്കി നോക്കട്ടെ. ഒഴിക്കട്ടെ. അപ്പൊ റെഡി 1 2 3 സ്റ്റാർട്ട്. തുടങ്ങിക്കോ. നന്നായില്ലേ? സോഫ്റ്റ് ആയിട്ടുണ്ട്. കുറുമകറി ഒന്നുമില്ല. സത്യം പോലെ പറയണട്ടോ. നോണ പറയാൻ പാടില്ല. അപ്പൊ കുറുമകറിയും പൂരി ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ വീട്ടിൽ എളുപ്പ പണിയുന്നതൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കുക. ഞങ്ങൾ ഇനി അടുത്ത ഐറ്റായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ഓക്കെ, ബൈ, സി യു. അമ്മൂന്റെ ഐറ്റം പറയും. അത് പറയണ്ട, നിനക്ക് ഇഷ്ടമുള്ള പറഞ്ഞാൽ മതി. അതെന്താന്നറിയോ, അവൾക്ക് സബ്സ്ക്രൈബ് എന്ന് പറയാൻ ഇത്തിരി ഇങ്ങനെ നാവിന് ഇത്തിരി കൊഞ്ഞപ്പുണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാം, നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടാ.